വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ കന്യകമറിയം 2 യാഗങ്ങൾ കഴിച്ചതായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേര് വിളിച്ചു. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും പോയി. യേശുക്രിസ്തുവിനെ പ്രസവിച്ച് 8 ദിവസം കഴിഞ്ഞ് യേശുവിനെ പരിച്ഛേദന ചെയ്ത് അതിനുശേഷം യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കടിഞ്ഞൂലായ ആണൊക്കെയും ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം എന്നുള്ള വ്യവസ്ഥ പ്രകാരം ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടാണ് മറിയ യേശുവിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം 2 യാഗം കഴിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞുങ്ങളെയോ യാഗം കഴിക്കണം എന്ന ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേവ്യ പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ് അവിടെ എന്തിനാണ് യാഗമെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും മനസ്സിലാകുന്നത്. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിച്ച കുട്ടി ആണാണെങ്കിൽ ആ സ്ത്രീ 7 ദിവസം കഴിയുമ്പോൾ 8-ാം ദിവസം അതിനെ പരിച്ഛേദന ചെയ്യുകയും പിന്നീടുള്ള 33 ദിവസം അവൾ അശുദ്ധയായിരിക്കണം. അതായത് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള നാളുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അങ്ങനെ 31 ദിവസം അവൾ അശുദ്ധയായിരിക്കണം. അതിനുശേഷം അവൾക്ക് 2 യാഗങ്ങൾ കഴിക്കേണ്ടതുണ്ട്. ഒന്ന് ഹോമയാഗത്തിനായിട്ടും ഒന്ന് പാപപരിഹാര യാഗമായിട്ടും ഇങ്ങനെ 2 യാഗങ്ങൾ കഴിക്കണം. അത് മൃഗം കൊണ്ട് യാഗം കഴിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അത് പ്രാവിനെ കൊണ്ട് യാഗം കഴിച്ചാൽ മതി എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ 14 ദിവസം അശുദ്ധയായിരിക്കുകയും പിന്നീട് 66 ദിവസം ശുദ്ധീകരണത്തിനുള്ള കാലവുമായിട്ടാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ മറിയ യേശുക്രിസ്തു ആൺകുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് 7 ദിവസം അവൾ അശുദ്ധയായിരിക്കുകയും ബാക്കി 33 ദിവസം അവൾ ശുദ്ധീകരണത്തിനുള്ള കാലമായി വേർതിരിക്കുകയും ചെയ്തു. ആ കാലത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 40 ദിവസക്കാലം ഒരു വിശുദ്ധ വസ്തുവിൽ തൊടുകയോ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ പ്രവേശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവൾ അശുദ്ധയാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസവിച്ചതിന് ശേഷം 40 ദിവസം മറിയ അശുദ്ധയായിരുന്നു എന്നുള്ളതാണ്. ഈ പാപപരിഹാര യാഗം നടത്തി കഴിയുമ്പോൾ ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആട്ടിൻകുട്ടിയെ അർപ്പിപ്പാൻ അവൾക്ക് വകയില്ലെങ്കിൽ 2 മാടപ്രാക്കളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഹോമയാഗത്തിനും പാപപരിഹാര യാഗത്തിനുമായി അർപ്പിക്കാവുന്നതാണ്. പുരോഹിതൻ അവ സ്വീകരിച്ച് അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ അവൾ ശുദ്ധയായിത്തീരും. അപ്പോൾ ഇവൾ ദേവാലയത്തിൽ പോയി യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കുകയും ഇവൾ പാപപരിഹാരത്തിനുള്ള യാഗം കഴിക്കുവാനുള്ള പക്ഷിയെ പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ച് ആ പുരോഹിതൻ യാഗം കഴിച്ച് ഇവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ മറിയ ശുദ്ധയായി തീർന്നത്. അതുവരെ മറിയ അശുദ്ധയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ മറിയ യാഗം കഴിക്കുന്നത് ഒന്ന് പാപപരിഹാര യാഗവും ഒന്ന് ഹോമയാഗവുമാണ്. ഈ പാപപരിഹാര യാഗം കഴിക്കുന്നത് ആരാണെന്നറിയാവോ? പാപം ഉള്ള വ്യക്തിയാണ് പാപപരിഹാര യാഗം കഴിക്കുന്നത്.
പാപമില്ലാത്ത ഒരാൾക്ക് പാപപരിഹാര യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു പാപപരിഹാര യാഗം കഴിച്ചില്ല, കാരണം യേശുക്രിസ്തുവിന് പാപമില്ലാത്തവനായിരുന്നു. എന്നാൽ മറിയ പാപപരിഹാര യാഗം കഴിച്ചു. അതിൻ്റെ കാരണം മറിയ പാപിയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ മോശ മുഖാന്തരം എഴുതിയ ന്യായപ്രമാണത്തിൽ, ദൈവം നൽകിയ ന്യായപ്രമാണത്തിൽ പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് പാപപരിഹാര യാഗം കഴിക്കണം. ആ പാപപരിഹാര യാഗം മറിയയ്ക്ക് വേണ്ടി പുരോഹിതൻ അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് അവൾ ശുദ്ധയായി തീർന്നതെന്ന് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യേശുക്രിസ്തുവിനെ പ്രസവിച്ച കന്യകയായ മറിയം ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. മറിയയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾ പരിശുദ്ധയായിരുന്നെങ്കിൽ, അവളെ അല്ലെങ്കിൽ ദൈവം പ്രത്യേകം വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസിയായിരുന്നുവെങ്കിൽ അവൾക്ക് ന്യായപ്രമാണപ്രകാരം എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അവൾ സാധാരണ സ്ത്രീകൾക്ക് നൽകിയ അതേ പ്രമാണം തന്നെയാണ് ഈ മറിയയ്ക്ക് നൽകിയിരുന്നത്. അപ്പോൾ മറിയ സാധാരണ സ്ത്രീകൾ ചെയ്തതുപോലെയുള്ള വഴിപാടുകളും യാഗങ്ങളുമാണ് മറിയയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മറിയ ഒരു പ്രത്യേകതയുള്ള സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറിച്ച് സാധാരണ സ്ത്രീകളെ പോലെ തന്നെ ഒരു സ്ത്രീയുമായിരുന്നു. സാധാരണ സ്ത്രീ പ്രസവിക്കുന്നത് പോലെ മറിയ പ്രസവിച്ചു. സാധാരണ സ്ത്രീ അശുദ്ധയായിരിക്കുന്നത് പോലെ അവൾ 40 ദിവസം അശുദ്ധയായിരുന്നു. സാധാരണ സ്ത്രീകൾ പാപപരിഹാരം ത്തിൻ്റെ യാഗം കഴിച്ച് പ്രായശ്ചിത്തം കഴിച്ച് ശുദ്ധയായി തീരുന്നത് പോലെ മറിയ പാപപരിഹാര യാഗം കഴിച്ച് അവളുടെ അശുദ്ധി നീക്കി അവൾ ശുദ്ധയായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ഈ കത്തോലിക്ക വിശ്വാസികളെല്ലാവരും തന്നെ മറിയ പരിശുദ്ധയാണെന്നും അവളിൽ പാപമില്ല എന്നുമൊക്കെ വാദിക്കുന്നവരാണ്. എന്നാൽ വേദപുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവരാരെങ്കിലും നിങ്ങൾ കത്തോലിക്ക സഹോദരി സഹോദരന്മാരാണെങ്കിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിങ്ങൾ വേദപുസ്തകം വായിക്കാതെ അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയാൽ അത് ദൈവവചനത്തിനും ദൈവത്തിനും വിരോധമായ കാര്യമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മറിയ അമലോത്ഭവയാണ്, പാപമില്ല, പരിശുദ്ധയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വേദപുസ്തകത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മറിയ ഹോമയാഗവും മറിയ പാപപരിഹാര യാഗവും കഴിച്ചിട്ടുണ്ട്. അപ്പം പാപപരിഹാര യാഗം കഴിക്കുന്നത് പാപി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് മറിയ പാപി ആയതുകൊണ്ട് പാപപരിഹാര യാഗം കഴിക്കുവാൻ മറിയയ്ക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ മറിയ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. കാരണം അവൾക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് പാപപരിഹാര യാഗം കൊടുക്കുവാൻ അവൾക്ക് കഴിവില്ലായിരുന്നു. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നത്, 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു ചങ്ങാലി പ്രാവിനെയോ പാപപരിഹാരയാഗത്തിനായും തിരുസാന്നിധ്യ കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുചെന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. എന്നാൽ ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ അവൾ പ്രാവിനെ കൊണ്ടു ചെന്നാൽ മതി. അതുകൊണ്ട് മറിയ പാവപ്പെട്ടവളായി ദരിദ്രയായതുകൊണ്ട് അവൾ പ്രാവിനെ കൊണ്ടുപോയി ആടിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ സാധാരണ ഒരു സ്ത്രീയായി ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ച ഒരു ദരിദ്രയായ ഒരു വനിതയായിരുന്നു ഈ മറിയ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവൾക്ക് യേശുവിനെ പ്രസവിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാതെ അവൾ പരിശുദ്ധയാണെന്നോ അവൾ വിശുദ്ധയാണെന്നോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പ്രത്യേക ദിവ്യത്വമുള്ളവളാണെന്നോ വേദപുസ്തകം നമ്മോട് പറയുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയാത്തതിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസങ്ങളും അങ്ങനെയുള്ളതായ ആ തീരുമാനങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇവിടെ മറിയ ഒരു സാധാരണ സ്ത്രീയായി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് 40 ദിവസം അശുദ്ധയായിരുന്നു. ആ 40 ദിവസത്തെ അശുദ്ധി നീക്കുവാൻ അവൾ പ്രാവിനെ പാപപരിഹാര യാഗമായി പ്രായശ്ചിത്തം ചെയ്ത് പുരോഹിതൻ യാഗം കഴിച്ചതിന് ശേഷം അവൾ ശുദ്ധയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവളൊരു സാധാരണ സ്ത്രീയായിരുന്നു എന്നും സാധാരണ സ്ത്രീകൾക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളും അവൾ അനുസരിക്കേണ്ടതായിരുന്നു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ മറിയ
പരിശുദ്ധയാണെന്നും പാവമില്ലാത്തവളാണ് എന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ദൈവവചനത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ സത്യം അംഗീകരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.